شهر رمضان الذي أنزل فيه القرآن. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحابته അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നു: സമഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ നഹൈതുക്കും അൻഹു ഫജ്തനിബു വമാ അമർതുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും കസ്റതു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി പറയുന്നത് ഞാൻ കേട്ടു. രണ്ടു കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ ഹദീസിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു. ഞാൻ നിങ്ങളോട്, നബി പറയാൻ, ഞാൻ നിങ്ങളോട് എന്തു കാര്യമാണോ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് അത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സമ്പൂർണ്ണമായി മാറി നിൽക്കാൻ പരിശ്രമിക്കുക എന്നതാണ്. അവിടെ നമ്മൾക്ക് വേറെ എക്സ്ക്യൂസുകളില്ല. ഒഴിവാക്കാൻ പറഞ്ഞ, മാറ്റി നിർത്താൻ പറഞ്ഞ, നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിശ്വാസി സമൂഹം സമ്പൂർണ്ണമായി മാറി നിൽക്കുകയും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്കുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശം. എന്നാൽ വമാ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും, നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ, അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഫഅ്തു മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങളത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ചെറിയ വ്യത്യാസം നമുക്കവിടെ കാണാം. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കുക, എന്നാൽ കൽപ്പിക്കപ്പെട്ട, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്. അവിടെ നോക്കൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ, ജീവിത സാഹചര്യത്തെ, അയാളുടെ ചുറ്റുപാടിനെയൊക്കെ മനസ്സിലാക്കി ഏറ്റവും മനഃശാസ്ത്രപരമായ സമീപനമാണ് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സ്വീകരിച്ചത്. കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ, അതെല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. സാമ്പത്തിക സാഹചര്യങ്ങൾ അതിനൊരു ഘടകമാണ്, തൊഴിൽ അതിനൊരു ഘടകമാണ്, ആരോഗ്യം അതിൻ്റെ ഒരു ഘടകമാണ്, ജീവിത സാഹചര്യങ്ങൾ അതിൻ്റെ ഒരു ഘടകമാണ്, പ്രായം അതിൻ്റെ ഒരു ഘടകമാണ്. പല പല ഘടകങ്ങളുണ്ടാകും. ആ നമ്മുടെ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രമാത്രം അതിൽ പെർഫെക്ഷനോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയും അത് ആ അർത്ഥത്തിൽ പരമാവധി പുലർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, മദ്യമാവട്ടെ, വ്യഭിചാരമാവട്ടെ, കളവ് പറയലാവട്ടെ, അനിഷ്ടകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ, അതൊക്കെ ആർക്കും ഒഴിവാക്കാം. അതിനകത്ത് എക്സ്ക്യൂസുകളില്ല, അതിനകത്ത് ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നമില്ല. എല്ലാം അത് സമ്പൂർണ്ണമായി മാറ്റി നിർത്തി വിശുദ്ധമായ ജീവിതം നയിക്കണം എന്നതാണ് പറഞ്ഞത്. മൂന്നാമത് ഈ ഹദീസിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ പൂർവികരായ ആളുകൾ ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിഹിം കസ്റതു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം എന്നുള്ളതാണ്. ധാരാളമായി അവർ സംശയങ്ങൾ ഉന്നയിക്കുകയും അതങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് സംശയങ്ങളുമായി, സംശയത്തിനു പിന്നിൽ വീണ്ടും സംശയങ്ങളുമായി നടക്കാൻ ശ്രമിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് പൂർവികരായ സമൂഹങ്ങൾക്ക് സംഭവിച്ച വലിയൊരു അപജയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, പ്രവാചകന്മാരോട് അവർ എതിര് പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ആ നമ്മളൊരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ എന്താ പറയുക, വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിച്ച് ഏതെങ്കിലും നിലക്ക് അതൊന്ന്
അതിൽ വല്ല എക്സ്ക്യൂസുകളുമുണ്ടോ, വല്ല സാധ്യതകളുമുണ്ടോ എന്ന് അന്വേഷിക്കാറുള്ളത് മനുഷ്യൻ്റെ ആ സ്വഭാവത്തെ മാറ്റി നിർത്തുകയും അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നന്മയാണുണ്ടാവുക, ഖൈറാണുണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.